സാർ, വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഒബിസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത്, അപ്പം അങ്ങനെയുള്ള ഒരാളുകൾക്ക് ഡയബറ്റിസ് വരാനുള്ള ചാൻസ് കൂടുതലാണോ? ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഒബിസിറ്റി? അത് സാധാരണ ഇപ്പോൾ ഹൈറ്റും വെയ്റ്റുമായിട്ടുള്ള റേഷ്യോ നോക്കി BMI നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ഒബീസ് എന്ന് പറയും. വെസ്റ്റേൺ പോപ്പുലേഷനിലൊക്കെ നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ അത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം BMI അല്ല ഇമ്പോർട്ടൻ്റ് എന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വേസ്റ്റ് സർക്കംഫറൻസ് പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്റേഴ്സിൽ കൂടുതലും സ്ത്രീകൾക്ക് 80 സെൻറ്റിമീറ്റേഴ്സിലും കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒബിസിറ്റി എന്ന് പറയും. ഒബിസിറ്റി എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഫാറ്റ് വേണ്ടാത്ത സ്ഥലത്ത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നു. സാധാരണ അബ്ഡമൻ അല്ല ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്ന സ്ഥലം. ഫാറ്റ് കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ആ ഫാറ്റിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച് ആണ് ആ ഫാറ്റിൻ്റെ അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കുന്നത്. വയറിനകത്തും അബ്ഡമനൽ വോളിൽ ഒക്കെ ഉള്ള ഫാറ്റ് ഒരു രോഗം വരാൻ സാധ്യത കൂട്ടുന്നതാണ്. ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖം തന്നെ, ഹാർട്ടിനകത്ത് തന്നെ അഡിപ്പോസ് ടിഷ്യൂ ഫാറ്റ് ഡിപ്പോസിഷൻ വരും. എവിടെ ഫാറ്റ് ഡിപ്പോസിഷൻ വരുന്നോ അവിടെയാണ് ഹാർട്ട് അറ്റാക്ക് വരാൻ അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽ ബ്ലോക്ക് ചെയ്യാൻ ചാൻസ് കൂടുതലുള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഫാറ്റ് വേണ്ടാത്ത സ്ഥലത്ത്, നോർമലി കാണപ്പെടേണ്ടാത്ത സ്ഥലത്ത് ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അത് ബിഹേവ് ചെയ്യും. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഒരു സോഫ്റ്റ് സാധനമല്ല, അത് ഒരു ഫിസിയോളജിക്കലി വളരെ ആക്റ്റീവായിട്ടുള്ള ടിഷ്യൂയാണ് ഈ ഫാറ്റ് ടിഷ്യൂ എന്ന് പറയുന്നത്. ചോദിച്ചത് ഒബിസിറ്റി ഉള്ളവർക്ക് ഡയബറ്റിസ് വരാനുള്ള, ഒബിസിറ്റി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഡയബറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് പോകണം. ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത് സാർ, ഈ ഡയബറ്റിസ് ഉള്ള ആളിൽ ഒരു ഒബിസിറ്റി ഉണ്ടെങ്കിൽ അത് തമ്മിലുള്ള അത് കാരണം അയാൾക്ക് വരുന്ന കോംപ്ലിക്കേഷൻസും കൂടുന്നുണ്ട്. ആദ്യം ഒബിസിറ്റി ഉള്ളവർക്ക് ഡയബറ്റിസ് എങ്ങോട്ട് വരുന്നു എന്നുള്ളത് അതാണ് ആദ്യത്തെ കാര്യം. അതിൻ്റെ തുടക്കം നമ്മൾ ചൈൽഡ്ഹുഡ് ഒബിസിറ്റിയിലായിരിക്കണം. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒബിസിറ്റി ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. ലോകം മുഴുവൻ ഒരുപാട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. കുട്ടികൾ ഒരു ചൈൽഡ് ഒബീസാണെങ്കിൽ ആ കുട്ടി വലുതാകുമ്പോഴും ഒബീസ് തന്നെ ആയിരിക്കും. അപ്പോൾ ആ ബോഡിയിൽ ഒരു ടിഷ്യൂൻ്റെ, പിന്നെ നമുക്ക് ജനറ്റിക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. നമ്മളെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കുറവാണ്. ഈ യൂറോപ്യൻ പോപ്പുലേഷനെ പോലെ നമുക്ക് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഇല്ല, കുറവാണ്. അപ്പോൾ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് കുറവാകുമ്പോൾ നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ വയറിലോട്ടും ബാക്കിയുള്ള ഭാഗത്തേക്കുമാണ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. എക്സസ് ഫാറ്റ് ഡിപ്പോസിഷനാണ് ഒബിസിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ കുട്ടികളിലുള്ള ഇതുണ്ടാകുന്നതാണ് ആദ്യത്തെ കാര്യം. കുട്ടി ഒബീസാണെങ്കിൽ വലുതാകുമ്പോഴും ഒബീസായിരിക്കും. ഒബിസിറ്റി ഉണ്ടെങ്കിൽ ഈ ഒബിസിറ്റിയുടെ കുഴപ്പം എന്താണ്? അതെങ്ങനെ ഡയബറ്റീസ് കൊണ്ടുവരുന്നു? ഈ ഒബീസായിട്ടുള്ളിടത്ത് ഈ ഫാറ്റ് ടിഷ്യൂവിൽ നമ്മുടെ ഇൻസുലിൻ പ്രവർത്തനം ഇല്ലാതാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഡയബറ്റീസിൻ്റെ ഒരു തിയറി തന്നെ അതാണ്. ഡയബറ്റീസ് തുടങ്ങുന്ന അഡിപ്പോസ് ടിഷ്യൂവിലാണ്. അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു, ഗ്ലൂക്കോസ് മെറ്റബോളൈസ് ചെയ്യുന്നില്ല, ലിപ്പിഡിൻ്റെ അക്യുമുലേഷൻ വരുന്നു. ഇതൊക്കെയാണ് ഡയബറ്റീസ് ഉണ്ടാകാനുള്ള ഒരു തിയറിയിൽ ഒന്നുള്ളത് തന്നെ അതാണ്. അപ്പോൾ എവിടെയാണ് ഫാറ്റ് ഡെപ്പോസിഷൻ വരുന്നോ അതിനൊക്കെ അങ്ങനെ ഉള്ളവർക്കൊക്കെ ഡയബറ്റീസ് വരാൻ ചാൻസ് കൂടുതലുണ്ട്. ഇത് കുറയ്ക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ അഡൽട്ടിന് ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് എന്താണ് ഒബിസിറ്റി കൊണ്ടുള്ള പ്രശ്നം? ഏറ്റവും പ്രധാനമായിട്ടുള്ള ഹാർട്ടിൻ്റെ അസുഖം, സ്ട്രോക്ക്, സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. അതൊക്കെ സ്ലീപ്പ് അപ്നിയ എന്നൊക്കെ പറഞ്ഞാൽ അത് ഹാർട്ടിൻ്റെ അസുഖമായിട്ട് വളരെ ബന്ധമുള്ള കാര്യങ്ങളാണ്. എല്ലാ തരം ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷനും നമ്മുടെ ശരീരത്തിലെ ഫാറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്ന് വെച്ചാൽ ഈ ഫാറ്റ് ടിഷ്യൂവിലാണ് പല കെമിക്കൽസും ഫോം ചെയ്യും. സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞുള്ളതുകൊണ്ട് ROS പ്രൊഡക്ഷൻ കൂടുതലാണ്. അപ്പോൾ ഈ ഫാറ്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അത് ഒരു പൊട്ടൻഷ്യലി ഒരു ഡേഞ്ചറസ് ഏരിയയാണ്. അത് കുറച്ച് നിർത്തിയാൽ മാത്രമേ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കൂ. ഇപ്പോൾ ഹാർട്ടിൻ്റെ അസുഖമാണെങ്കിലും ന്യൂറോപ്പതി ആണെങ്കിലും കണ്ണിൻ്റെ അസുഖമാണെങ്കിലും ഇതെല്ലാം ഈ ഫാറ്റ് ടിഷ്യൂയിൽ നിന്ന് വരുന്ന കെമിക്കൽസുമായിട്ട് ROSുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ഒബീസാണെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് റിഡക്ഷൻ അതിൻ്റെ പാർട്ടായിരിക്കണം. അതാണ് വെയിറ്റ് കൂട്ടുന്ന ഡയബറ്റീസ് മെഡിക്കേഷൻസ് ഉണ്ട്. അത്തരം ഡയബറ്റീസ് മെഡിക്കേഷൻസ് ഒഴിവാക്കണം. ഒന്ന് ഇൻസുലിൻ, വേറൊന്ന് സൾഫോണുലിയൂറിയ എന്ന് പറയുന്ന മരുന്നുകൾ. അതൊക്കെ വെയിറ്റ് കൂട്ടുന്നവയാണ്. ഏത് മരുന്ന് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉപയോഗിക്കുന്ന ഏത് മെത്തേഡ് ഉപയോഗിച്ചാണ് നിങ്ങൾ വെയിറ്റ് കുറച്ച് എന്നുള്ളത് നോക്കണം. വേറൊരു കാര്യമുള്ള അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയറ്റിൽ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്.
ഡയറ്റ് നിങ്ങൾക്ക് ഒബിസിറ്റി കൂട്ടുന്ന ഡയറ്റ് സ്റ്റാർച്ചാണ്, കാർബോഹൈഡ്രേറ്റാണ്, അല്ല ചിക്കൻ ബണ്ണുമല്ല. ഇത് നമ്മളെ ബേസിക് ആയിട്ടുള്ള നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു കുഴപ്പമാണ്. സ്റ്റാർച്ച് എത്ര കൂടുതൽ കഴിക്കുന്നു അത്രയും കൂടുതൽ ബോഡിയിൽ ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. ഫാറ്റ് ഉണ്ടാകുന്നത് നിങ്ങൾ കഴിക്കുന്ന മുട്ടയിൽ നിന്നും ചിക്കനിൽ നിന്നും ഒന്നുമല്ല, കാർബോഹൈഡ്രേറ്റാണ് ഫാറ്റായിട്ട് മാറുന്നത്. അപ്പോൾ അവരുടെ ഡയറ്റ് ക്രമീകരിക്കണം, വെയിറ്റ് കുറയ്ക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കുട്ടികളുണ്ടാകുന്ന ഒബിസിറ്റി, അത് ട്രീറ്റ് ചെയ്യണം. ഇന്ത്യയിൽ ഡയബറ്റീസ് ഇങ്ങനെ കൂടിക്കൊണ്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യാണ്. കേരളത്തിൽ ഒരു 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 4 ആൾക്കാർക്ക് അഡൽട്സിന് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ള സ്ഥിതിയിലോട്ട് പോവാണ്. അതിൻ്റെ കറക്ഷൻ ചെയ്യേണ്ടത് നമുക്ക് 60 വയസ്സിലല്ല കറക്ഷൻ ചെയ്യേണ്ടത് കുട്ടികളുടെ ഡയറ്റ് പ്രോപ്പറാക്കണം. കുട്ടികളുടെ അച്ഛനും അമ്മയ്ക്കും ഡയറ്റിനെ പറ്റി സയൻറ്റിഫിക്കായിട്ട് അറിയണം. സ്കൂളിലെ ടീച്ചേഴ്സിന് സയൻറ്റിഫിക്കായിട്ട് അറിയണം. സ്കൂളിൽ കൊടുക്കുന്ന ഫുഡ് സയൻറ്റിഫിക്കലി ഡിസൈൻഡ് ആയിരിക്കണം. ഇപ്പോൾ കുറേ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്കൂളിൽ മുട്ടയൊക്കെ കൊടുക്കുന്നുണ്ട്. കുട്ടികളിലൊക്കെ ഒരു ഇനാക്ടിവിറ്റി, ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉണ്ട്. ഇത് 2 കാര്യങ്ങളുണ്ട്. ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും സ്കൂളിൽ കൊടുക്കുന്ന ഫുഡ് തന്നെ വെറുതെ നമ്മളൊരു ഉപ്പുമാവ് കൊടുക്കുന്ന അങ്ങനെ അല്ല അത് ചെയ്യേണ്ടത്. അതൊരു സയൻറ്റിഫിക്കായിട്ട് ചെയ്യണം. അതിനൊരു എക്കണോമിക് സൈഡുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ എങ്കിലും ഇപ്പോൾ അത് കുറേ ചേഞ്ച് ഉണ്ട്. സ്കൂളിലെ ഫുഡിലൊക്കെ മുട്ടയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊരു പോസിറ്റീവായിട്ടുള്ളതാണ്. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. കുട്ടികളുടെ ഒബിസിറ്റി കുറച്ചാൽ മാത്രമേ ഇന്ത്യയിലൊരു എപ്പിഡമിക്കാണ് ഡയബറ്റീസ് എന്നൊക്കെ പറയും. അത് കുറയണമെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ കാര്യത്തിൽ, കുട്ടികളുടെ ഡയറ്റിൽ, കുട്ടികളുടെ എക്സസൈസിൽ മോഡിഫിക്കേഷൻ വന്നാലേ പറ്റും.